നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് കാക്കിക്കുള്ളിലെ കാരുണ്യം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ഇളയ കുട്ടി സഞ്ജയ് ജനിച്ചപ്പോൾ മുതൽ അവൻ ഒന്നൊഴിയാതെ അസുഖങ്ങളായിരുന്നു. ഒടുവിൽ കുഞ്ഞിന് രക്തത്തിൽ ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ടതോടെ ആ പാവപ്പെട്ട കുടുംബം വിറങ്ങലിച്ചുപോയി. അന്നുള്ള ജീവിതമാർഗം തന്നെ കഷ്ടപ്പെട്ടാണ് അവർ കണ്ടെത്തിയിരുന്നത്. എങ്ങനെ കുഞ്ഞിന് ചികിത്സ കൊടുക്കും എന്ന വേവലാതിയിൽ ആ പാവങ്ങൾ വിതുമ്പിപ്പോയി. അവരുടെ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു സൗകര്യവും അതിന് ഉണ്ടായിരുന്നില്ല. അന്നന്ന് കൂലിപ്പണി ചെയ്ത് ജീവിച്ചിരുന്ന അവർക്ക് 3 വയസ്സുള്ള രാഖി എന്ന ഒരു മകൾ കൂടിയുണ്ട്. ഇളയവൻ്റെ ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിച്ചപ്പോൾ ഗ്രാമത്തലവനാണ് ഇങ്ങനൊരു ആശയം പറഞ്ഞു കൊടുത്തത്. ഡൽഹിയിലെ എയിംസ് മെഡിക്കൽ കോളേജിൽ പോയി കുഞ്ഞിനെ ചികിത്സിച്ചാൽ ഫലം കിട്ടും. അതിനുവേണ്ട എഴുത്തും ഗ്രാമത്തിലെ ഡോക്ടർ കൊടുത്തു. ഒടുവിൽ പലരുടെയും സഹായത്താലാണ് കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നരേല എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ നിന്ന് മഹാവീറും പൂനവും ഡൽഹിയിലെത്തിയത്. പക്ഷേ ഡോക്ടറെ കാണാൻ താമസം വന്നപ്പോൾ അവർക്ക് തലചായ്ക്കാൻ ഒരിടമില്ലാതെ വലഞ്ഞു. അങ്ങനെ റെയിൽവേ സ്റ്റേഷന് പുറത്തെ ഫുട്പാത്തിൽ കിടന്നുറങ്ങിയായിരുന്നു അവർ. തങ്ങളുടെ പൊന്നോമനയായ 3 വയസ്സുകാരി മകളെയും 8 മാസം പ്രായമുള്ള മകനെയും ചേർത്ത് പിടിച്ചാണ് അവർ രാത്രിയിൽ കിടന്നിരുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധ അല്ലെങ്കിൽ വിധി. അതിരാവിലെ കണ്ണു തുറന്നപ്പോൾ കൂടെ മൂത്ത കുട്ടിയില്ല. ഒരു വലിയ നഗരത്തിൽ ആയിരക്കണക്കിന് മുഖങ്ങൾക്കിടയിൽ ആ കുഞ്ഞ് എവിടെ പോയി മറയാനാണ്? ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാകുമോ? ഭയം കൊണ്ട് ആ മാതാപിതാക്കൾ ഉരുകിത്തീർത്തതുപോലെയായി. ഒച്ച വെച്ച് കരഞ്ഞു. ആളുകൾ ഓടിക്കൂടി. വന്നവർ വിവരം തിരക്കിയിട്ട് അല്പനേരം സഹതാപം പങ്കുവെച്ച് കൂട്ടം പിരിഞ്ഞു. മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് ഇളയ കുഞ്ഞിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിപ്പോയി. പോലീസ് പരാതി എഴുതി തരണമെന്ന് പറഞ്ഞു. അക്ഷരാഭ്യാസമില്ലാത്ത അവർ ഉറക്കെ നിലവിളിച്ചു. അത് കണ്ട പോലീസ് സ്റ്റേഷനിലെ SI പ്രദീപ് ശർമ്മയ്ക്ക് വലിയ സങ്കടമായി. അദ്ദേഹം മക്കളില്ലാത്തതിൻ്റെ വേദന കൂടി അറിയുന്ന ഒരാളായിരുന്നു. അദ്ദേഹം അവരെ സമാധാനിപ്പിച്ചു. വിഷമിക്കേണ്ട, നിങ്ങളുടെ കുഞ്ഞിനെ എവിടെ നിന്നായാലും ഞാൻ കണ്ടുപിടിച്ച് തരും. നിങ്ങൾ വിഷമിക്കാതെ കരയാതെ ഇരിക്കൂ. ഇളയ കുട്ടിയെ ഡോക്ടറെ കാണിച്ച് ചികിത്സ ഉടൻ തുടങ്ങൂ എന്ന് പറഞ്ഞ് കുറച്ച് കാശും കൊടുത്ത് അവരോട് സമാധാനമായി ഇരിക്കാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ തിരക്കായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോട് അവരെ ഒന്ന് സഹായിക്കാൻ ആവശ്യപ്പെട്ടു. അയാൾ പോലീസിൽ അവർക്ക് വേണ്ടി പരാതി എഴുതി കൊടുത്തു. കൂടാതെ അയാൾ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക നേതാവിൻ്റെ വീട്ടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. വിവരങ്ങൾ പറയാനുള്ള ശക്തി പോലുമില്ലാതെ ആ മാതാവ് തളർന്നിരുന്നു. ഇളയ കുട്ടിക്ക് രക്തത്തിൽ ക്യാൻസറാണെന്നറിഞ്ഞ് നാട്ടിൽ നിന്ന് ഡൽഹിയിലെ എയിംസ് ഗവൺമെൻറ് ആശുപത്രിയിൽ കാണിക്കാൻ വന്നതാണ് എന്ന സങ്കടം കൂടി അദ്ദേഹത്തെ അറിയിച്ചു. അവർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രദീപ് ശർമ്മ ആ രാഷ്ട്രീയ നേതാവിനെ വിളിക്കുകയും ഈ കുടുംബത്തെ എങ്ങനെയും ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ദുരിതത്തിൽ ഭാഗ്യവശാൽ ആ നേതാവിനും സഹാനുഭൂതി ഉണ്ടായി. അദ്ദേഹം തൻ്റെ അണികളോട് അവർക്ക് ആശുപത്രിയിൽ വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ നിർദ്ദേശിച്ചു. കുഞ്ഞിനെ തിരയുന്ന കാര്യവും താൻ നോക്കിക്കൊള്ളാമെന്ന് ഉറപ്പുകൊടുത്ത് അവരെ യാത്രയാക്കി. സാധാരണ ഇത്തരം കേസുകൾ ആദ്യം കുറച്ച് ദിവസത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം ഫയലുകളിൽ മാത്രം ഒതുങ്ങാറാണ് പതിവ്. എന്നാൽ പ്രദീപ് ശർമ്മ മുൻകൈയെടുത്ത് അന്വേഷണം വ്യാപകമാക്കി. ഡൽഹി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. അവർ കുട്ടിക്കായി തിരച്ചിൽ വ്യാപകമാക്കി. പ്രദീപ് ശർമ്മ ഈ അന്വേഷണം പാതി വഴിയിൽ വിട്ടുമടങ്ങാൻ തയ്യാറല്ലായിരുന്നു. 50ഓളം ഉദ്യോഗസ്ഥർ ഇതിനായി തന്നെ തുനിഞ്ഞിറങ്ങി. അവർ 400-ലധികം CCTV ക്യാമറകൾ അരിച്ചുപെറുക്കി. രാവും പകലും എന്നില്ലാതെ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അവർ ചെന്നെത്തിയത് കൊൽക്കത്തയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. കുട്ടിയെയും കൊണ്ട് പ്രതികൾ അന്ന് തന്നെ നാടുവിട്ടിരുന്നു. അവർ കുട്ടികളെ വിൽക്കുന്ന റാക്കറ്റിൻ്റെ കണ്ണികളായിരുന്നു. ഡൽഹി നഗരത്തിലെ വലിയ തിരക്കിനിടയിൽ തുണയില്ലാത്ത ആ പാവപ്പെട്ട കുടുംബത്തിൻ്റെ പ്രശ്നം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്ന ഒരു കേസായി മാറിയേനെ. പക്ഷേ ആ കുപ്പായത്തിനുള്ളിലെ പ്രദീപ് ശർമ്മ എന്ന നന്മയുള്ള വ്യക്തി ദൈവത്തിൻ്റെ ആൾരൂപമായി മാറി. കാരുണ്യവും കഴിവുമുള്ളവരാണെന്ന് ഡൽഹി പോലീസും തെളിയിച്ചു. SI പ്രദീപ് ശർമ്മ അവസാന നിമിഷം വരെ ആ കുഞ്ഞിനെ തിരികെ കിട്ടുന്നതിനായി പ്രയത്നിച്ചു. നഷ്ടപ്പെട്ടെന്ന് കരുതിയത് തിരികെ കിട്ടുമ്പോഴുള്ള അടക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ടല്ലോ, അതിന് പകരം വെക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. സിനിമയെ വെല്ലുന്ന കേസന്വേഷണമായിരുന്നു. ഒരു കുഞ്ഞിനെ കാണാതായിട്ട് 6 മാസം. 6 മാസം കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രതീക്ഷയാണ് അതിൻ്റെ മാതാപിതാക്കൾക്ക് ബാക്കിയുണ്ടാകുക? പക്ഷേ ഡൽഹി പോലീസ് ആ ചിന്തയെ തന്നെ മാറ്റിമറിച്ചു.
സിനിമയെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള ഒരു അത്ഭുതകരമായ അന്വേഷണമായിരുന്നു അത്. പോലീസ് സേനയുടെ കഠിനമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ആ കുരുന്നിനെ സുരക്ഷിതമായി കണ്ടെത്തി. ഒടുവിൽ 6 മാസങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് മാതാപിതാക്കളുടെ കൈകളിലെത്തി. കുഞ്ഞിനെ തിരികെ കൊണ്ടുവന്നപ്പോൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും പ്രതികരണം ഒന്ന് കാണേണ്ടതായിരുന്നു. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ഇളയ കുഞ്ഞിനെയും കൊണ്ട് അമ്മ ആശുപത്രിയിൽ നിന്ന് ഓടിയെത്തി. വാവിട്ട് കരഞ്ഞുകൊണ്ട് അവർ മകളെ കെട്ടിപ്പിടിക്കുന്ന ആ നിമിഷം കണ്ടുനിന്ന എല്ലാവരുടെയും, പ്രത്യേകിച്ച് പോലീസുകാരുടെയും പോലും കണ്ണു നിറഞ്ഞുപോയി. പ്രദീപ് ശർമ്മയെപ്പോലെയുള്ള നല്ല മനുഷ്യരാണ് ഈ കലികാലത്തിലും നമ്മുടെ ഏക പ്രതീക്ഷ. കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇനി അടുത്തൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.